അങ്ങനെ ഇവൻ അവിടെ നിലവിളിക്കുന്ന സൗണ്ട് കേട്ട് ഇവള് ഞാനൊന്ന് കണ്ടില്ലെന്ന് പറഞ്ഞ് അവൻ ആശ്വാസപ്പെടുത്തും. അതിനുശേഷം മേക്കപ്പ് ഒക്കെ ഇട്ടുകൊടുത്തിട്ട് ലിംജിങ്ങിന് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവള് പോകുന്ന കാര്യം അറിഞ്ഞിട്ട് നൈസിന് അവനും പുറത്തേക്ക് വരും. അതിനുശേഷം അവനും ഇവള് കണ്ട കാര്യം പുറത്തെങ്ങും പറയില്ലെന്ന് പറഞ്ഞ് അവളായിട്ട് സംസാരിക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ അതിനു മുമ്പേ തന്നെ അവൻ അവളുടെ അനിയത്തെയൊക്കെ സഹായിക്കുന്നുണ്ട്. അവൾക്ക് താങ്ക്സ് പറയുമ്പോഴാണ് ലിംജിങ്ങിന് ഷോക്കായിട്ട് നീയാണോ താങ്ക്സ് പറഞ്ഞെന്ന് പറഞ്ഞ് അവനെ ആക്കാൻ തുടങ്ങും. അതിനുശേഷം അവളും തിരിച്ച് അവനോട് സോറി ചോദിക്കുമ്പോഴാണ് ഇവൻ എന്തിനാ സോറി ചോദിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഇവൻ അണ്ടർവെയർ ഇട്ട് ഡാൻസ് കളിക്കുന്നതൊക്കെ അവൾ ഫുള്ള് കണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കിയിട്ട് അവിടെ നിന്ന് പോകും. അതേസമയം ഇവിടെ സൂഹോ ലിംജിങ്ങിനെ കാണാന്ന് പറഞ്ഞ് അവന് ബുക്ക് വായിക്കുന്ന കടയിലേക്ക് വരുമ്പോഴാണ് അവളാണ് അവിടെ കാണത്തില്ല. കാരണം ഇവൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരുന്നുണ്ട് അവനെ കാണാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇവിടെ വരാത്ത. അപ്പോഴാണ് അതേസമയം പഠിക്കാതെ ബുക്ക് വായിക്കാൻ പോയെന്ന് പറഞ്ഞ് ലിംജിങ്ങിന്റെ അമ്മ ദേഷ്യത്തിൽ അവിടേക്ക് വരും. അപ്പോഴാണ് അവര് സൂഹയെ കണ്ടതോടെ അവനെ ബൊക്കെ എടുത്തോണ്ട് നേരെ അവർ വീട്ടിലേക്ക് ചെല്ലും. അങ്ങനെ ലിംജിങ്ങിന് ഹൻസിന്റെ വീട്ടിൽ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവിടെ സൂഹയെ കണ്ടതോടെ അവളും പേടിച്ച് പെട്ടെന്ന് റൂമിലേക്ക് ഓടിച്ചില്ലും. അതിനുശേഷം അവൾ അവളുടെ അമ്മയോട് ദേഷ്യത്തി എന്തിന് അവൻ ഇവിടെ വിളിച്ചെടുത്തേന്ന് ചോദിക്കുമ്പോഴാണ് കൂടെ പഠിക്കുന്ന ഒരു ഫ്രണ്ടിനെ കണ്ട വീട്ടിലേക്ക് ക്ഷണിക്കണ്ടെന്ന് പറഞ്ഞ് അമ്മ അവന് വേണ്ടി പാചകമൊക്കെ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം സൂഹയെ കണ്ടിട്ട് ഇവിടെ അനിയനും അച്ഛനും ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് അച്ഛനും സൂഹയോട് ഇവർ തമ്മിലുള്ള റിലേഷൻ എന്തോന്ന് ചോദിക്കുമ്പോഴാണ് അവിടേക്ക് ലിംജിങ്ങിന് വന്നിട്ട് ഇവര് ഫ്രണ്ട്സ് പോലും അല്ലെന്ന് പറഞ്ഞ് അവളുടെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോഴാണ് അച്ഛന് സമാധാനം വരുന്നത്. അതിനുശേഷം അമ്മ അവിടേക്ക് വന്നിട്ട് മുകളിലേക്ക് ചെന്ന് അനിയനെ ടേബിൾ എടുക്കാൻ പറയുമ്പോഴാണ് അവനാണ് ദേഷ്യത്തിൽ സൂഹയെ കണ്ടിട്ട് നോക്കി നിൽക്കാതെ ടേബിൾ എടുക്കാൻ വാന്ന് പറഞ്ഞ് അവനെ കലിപ്പിച്ചു വിളിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ലിംജിങ്ങിന് മനസ്സിലാവാതെ ഇവൻ എന്തിനാ വെറുതെ തുള്ളിച്ചാടുന്നതെന്ന് അവൾ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ സത്യത്തിൽ റീസൺ എന്താന്ന് വെച്ചാൽ അവന് ലിംജിങ്ങിനോട് സ്നേഹമുള്ളതുകൊണ്ടാ സൂഹയോട് ദേഷ്യപ്പെടുന്നത്. അങ്ങനെ അവനും സൂഹയോട് ദേഷ്യത്തി അവള് മേക്കപ്പ് യൂസ് ചെയ്യുന്ന കാര്യമൊക്കെ അറിഞ്ഞിട്ട് അവളെ പേടിപ്പിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നതാണെന്ന് ചോദിക്കുമ്പോഴാണ് അവനാണ് അവളെ കൂടുതൽ പേടിപ്പിക്കുന്നതൊക്കെ ഇവനാന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അനിയനും എന്നെ കുറിച്ച് മോശമായിട്ട് പറയാണ് മിക്കവാറും ലിംജിങ്ങിനായിട്ട് നീ ഫ്രണ്ട്സ് ആയിരിക്കും എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ ക്ലോസ് ആകും. അതിനുശേഷം ഇവരും ടേബിൾ കൊണ്ടുവന്നിട്ട് അത് ഫിക്സ് ചെയ്യാൻ നോക്കുമ്പോഴാണ് സൂഹയാണത് പിടിച്ചങ്ങ് പൊട്ടിക്കും. അതോടെ അമ്മയും കല്യാണത്തിന് വാങ്ങിച്ച ടേബിൾ ഇവൻ പൊട്ടിച്ചെന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് സൂഹ അവരോട് സോറി ചോദിക്കും. പക്ഷെ അമ്മയാണ് സൂഹയുടെ അച്ഛന്റെ ഫാൻ ആയതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവരെല്ലാരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ അമ്മയും സൂഹോ ക്ലാസ്സിൽ ഫസ്റ്റ് ആയതുകൊണ്ട് പഠിത്തത്തിൽ ലിംജിങ്ങിന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് അവനോട് പറയുമ്പോഴാണ് അവൻ അവർക്ക് സമ്മതം തരും. അപ്പോഴാണ് ഇത് കേട്ട അച്ഛനും പഠിക്കുവാണെങ്കിൽ ഗ്രൂപ്പായിട്ട് പഠിച്ചതെന്ന് പറഞ്ഞ് ലിംജിങ്ങിനെ സേഫ് ആയിക്കൊണ്ടിരിക്കും. അതേസമയം അനിയനാണ് പെട്ടെന്ന് അവന്റെ വില കൂടിയ കോട്ട് എടുത്തിട്ട് അവൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കട്ടെ ചോദിക്കും. ഇതോടെ ലിംജിങ്ങിന് നാണം കെട്ടിട്ട് മര്യാദയ്ക്ക് ഡ്രസ്സ് എടുത്ത് താഴെ എന്ന് പറഞ്ഞ് അവനായിട്ട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവ രണ്ടുപേരും കൂടെ അടിയുണ്ടാക്കുന്നുണ്ട്. പെട്ടെന്ന് അമ്മയും ദേഷ്യപ്പെടും. അപ്പോഴാണ് സൂഹ പേടിക്കുന്നുണ്ട് അമ്മയും ജസ്റ്റ് പ്രാങ്ക് ചെയ്തതെന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇവരുടെ കുടുംബത്തിന് നാണം കെടുത്താൻ വേണ്ടി ചേച്ചി വർക്കെല്ലാം കഴിഞ്ഞ് ഫിറ്റായിട്ട് അവിടേക്ക് വരും. അങ്ങനെ വരുന്ന വഴിക്ക് തന്നെ അവിടുത്തെ കറണ്ട് വയർ തട്ടിയിട്ട് മൊത്തത്തിൽ ബ്രേക്കറിന് പ്രശ്നം വരുമ്പോഴാണ് വെളിച്ചില്ലാതെ ഇവരെല്ലാരും കൂടെ ടോർച്ച് എവിടാൻ ചെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇരുട്ടത്ത് അവരെല്ലാം കൂട്ടിയിടിച്ച് സൂഹയുടെ തലയിൽ വീഴുമ്പോഴാണ് ലിംജിങ്ങിന് ഞാൻ മൊബൈൽ എടുത്തെന്ന് പറഞ്ഞ് അവള് ടോർച്ച് ഓൺ ചെയ്ത് നോക്കുമ്പം സൂഹയൊക്കെ ഇവരിങ്ങനെ താങ്ങി പിടിച്ചിരിക്കുമ്പം അതേസമയം ചേച്ചി ഇതൊന്നും കാര്യമായിട്ടെടുക്കാതെ അവിടെ നിന്ന് കൂളായിട്ട് ഫുഡ് കഴിച്ചോണ്ടിരിക്കും. അതോടെ കുടുംബത്തിന് നാണമാനം മൊത്തത്തിൽ പോയെന്ന് പറഞ്ഞ് ലിംജിങ്ങിനെ അവനെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ചേച്ചി ഇന്നലെ കുറെ ഫിറ്റ് ആയതുകൊണ്ട് കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടി ലിംജിങ്ങിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകും. അങ്ങനെ ഇവര് റിലാക്സ് ചെയ്യാൻ വന്ന അതേ സ്ഥലത്തായിരിക്കും ഹൻസുവിന് അവന്റെ കൂട്ടുകാരനും കൂടെ വരുന്നത്. അങ്ങനെ ഇവരെ കണ്ട ഉടനെ ഇവള് മേക്കപ്പ് ഇല്ലാതെ കണ്ട തിരിച്ചറിയാന്ന് പറഞ്ഞ് അവള് പേടിച്ച് തിരിഞ്ഞിരിക്കും. അങ്ങനെ ഇവന്മാര് പുറത്തേക്ക് പോകുന്നവരെ അവൾ അവിടെ തന്നെ വിയർത്തൊഴിച്ച് കിടക്കുമ്പോഴാണ് ഇത് കണ്ട് ഇവന്മാർ രണ്ടുപേരും പേടിച്ചു പോയിട്ട് കുറെ സമയമായിട്ട് അനങ്ങാതെ കിടക്കുമെന്ന് പറഞ്ഞ് അവന്മാർ ശബ്ദമില്ലെന്ന് അറിയാൻ വേണ്ടി അടുത്തേക്കൊന്ന് നോക്കാൻ പോകും. അപ്പോഴാണ് ഇവന്മാർ സംസാരിച്ചിട്ട് പെട്ടെന്ന് അവളും ഞാനൊന്നും മരിച്ചിട്ടില്ലടാന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കും. അതിനെ ശിവന്മാരും ഇത്രയും ചൂടത്തൊന്നും നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവന്മാർ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് പെട്ടെന്ന് ലിംജിങ്ങിന് ശല്യം പോയെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് ചേച്ചിയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവന്മാര് കാരണം ഇവൾക്ക് ഇഷ്ടപ്പെട്ട ചിക്കനും കഴിക്കാൻ പറ്റത്തില്ല. കാരണം ചേച്ചി ചിക്കൻ വാങ്ങിച്ചാലെന്ന് പറഞ്ഞോണ്ടാ ചേച്ചിയുടെ കൂടെ ഇവൾ ഇറങ്ങി വന്ന്. പക്ഷെ ഇപ്പൊ മൊത്തത്തിൽ അതും പോയതോടെ പോകുന്നവർക്ക് ചേച്ചിയും അവളുടെ ATM കാർഡ് എടുത്തിട്ട് കടയിൽ നിന്ന് ബർഗർ ഇങ്ങനെ വാങ്ങിച്ചോണ്ട് വരാൻ പറയും. അപ്പോഴാണ് അതേസമയം ഇവളിങ്ങനെ കടയിലേക്ക് പോകുന്നത് അവിടേക്ക് വരുന്ന സൂഹയും കാണും. അതിനുശേഷം ഇവളും കടയിൽ ചെന്ന് ഫുഡ് വാങ്ങിക്കുമ്പോഴാണ് അതേ സ്ഥലത്തേക്ക് ഇവളെ മുമ്പേ റാഗ് ചെയ്ത സ്കൂളിൽ പഠിച്ച പെമ്പിള്ളേരൊക്കെ വരും. അങ്ങനെ ഇവളിപ്പോ മേക്കപ്പ് ഇല്ലാത്തോണ്ട് അവളുമാർ ഇതാര് ലിംജിങ്ങെന്ന് പറഞ്ഞ് അവളായിട്ട് കളിയാക്കാൻ തുടങ്ങും. അങ്ങനെ ഇവരുടെ അടുത്ത് നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ലിംജിങ്ങും പുറത്തേക്ക് പോകുമ്പോഴാണ് അറിയാതെ ഇവളുടെ പേഴ്സ് വരുന്ന വഴിക്ക് തറ വീണാണ്. അങ്ങനെ അതോടെ അതിനകത്ത് നിന്ന് അവളുമാർ ID കാർഡ് എടുത്ത് നോക്കാൻ പോകുമ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് സൂഹയും വന്നിട്ട് അവളുമാരെ ഇത് കാണാതിരിക്കാൻ വേണ്ടി തടയും. അതേസമയം ഇത് ലിംജിങ്ങിനും കണ്ട് അവൾ നാണം കെട്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് സൂഹോ പെട്ടെന്ന് അതെല്ലാം വാങ്ങിച്ചിട്ട് അവളുടെ പുറയിലേക്ക് വരും. അതിനുശേഷം അവനും അവളുടെ പേഴ്സ് അവൾക്ക് തിരിച്ചു കൊടുത്തിട്ട് ഇവരൊക്കെയാണ് സ്കൂളിൽ റാഗ് ചെയ്തെന്ന് പറഞ്ഞ് അവളെ കുറിച്ച് കെയർ ചെയ്യുമ്പോഴാണ് അവളും പെട്ടെന്ന് അവനോട് ദേഷ്യപ്പെടാൻ തുടങ്ങും. ഇവ വീണ്ടും സഹതാപം തോന്നിയിട്ടാണോ വീണ്ടും ഇവളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന്. അങ്ങനെ ഇതുകൊണ്ട് തന്നെ അവൾ കൺഫ്യൂസ്
ക്യൂട്ടാന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് സൂഹയും അവിടേക്ക് ഹൻസുജിന് അവന്റെ കൂട്ടുകാരും പോകുന്നുണ്ട്. അവരിവളെ കാണാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് അവളെ ഹഗ് ചെയ്യും. അതിനുശേഷം അവന്മാരോടുള്ള കാര്യം ലിംജിങ്ങിനോട് പറയുമ്പോഴാണ് അവള് മൊത്തത്തിൽ പേടിച്ചിട്ട് ഇന്നത്തെ ദിവസം തന്നെ ബാഡ് ലക്കാന്ന് പറയും. അങ്ങനെ സൂഹോ ഈ ചാൻസ് യൂസ് ചെയ്ത് അവളെ സമാനപ്പെടുത്തി ഹഗ് ചെയ്യുമ്പോഴാണ് അവന്മാര് പോയിട്ടും പോയില്ലെന്ന് പറഞ്ഞ് അവളെ ഹഗ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം അവന്റെ തൊപ്പിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവളെ സുരക്ഷയായിട്ട് പോകാൻ പറയുമ്പോഴാണ് അതേസമയം ഇവിടെ ഹൻസുജിനും അവളുടെ കൂടെ പണ്ട് സ്കൂളിൽ പഠിച്ചവന്മാരായിട്ടും പ്രശ്നമാകും. കാരണം ഇവന്മാരായിരിക്കും നമ്മൾ ആദ്യം ഹൻസുജിനെ കണ്ടപ്പോ ഇവനെ ബൈക്കിൽ ഫോളോ ചെയ്ത് അടിക്കാൻ വന്നത്. അങ്ങനെ ഇവർ തമ്മിൽ വീണ്ടും പ്രശ്നമാകുമ്പോഴാണ് വെറുതെ അടി ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഹൻസുജിൻ അവിടെ നിന്ന് പോകും. പക്ഷെ അവന്മാർക്കാണ് ഹൻസുജിനായിട്ട് അടി ഉണ്ടാക്കാൻ താല്പര്യം. അതോടെ അവന്മാർ ഇതോടെ വെറുതെ നിൽക്കും തോന്നില്ല. അതേസമയം ഇവിടെ സാറാണ് ലിംജിങ്ങിന്റെ അമ്മ അറിഞ്ഞ പോലെ ഐബ്രോസ് ഒക്കെ തെളിയിച്ചു വരാൻ വേണ്ടി അവിടുന്ന് മേക്കപ്പ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അമ്മയും ആദ്യത്തെ കുറച്ച് ദിവസം കുറച്ച് നാണക്കേടൊക്കെ ഫീൽ ചെയ്യുന്ന പറയും. കാരണം ഈ ഐബ്രോസ് ഒക്കെ നോർമൽ ആകാൻ വേണ്ടി കുറച്ച് ദിവസം എടുക്കും. അങ്ങനെ ഇതും സാറിനോട് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ചേച്ചിയും വന്നിട്ട് ഇതാര് സാറാന്ന് പറഞ്ഞ് അവർ ഷോക്കായി നോക്കും. അപ്പോഴാണ് സാറിന് മനസ്സിലാവുന്നത് ഇത് ലിംജിങ്ങിന്റെ ചേച്ചിയാന്ന്. അതോടെ സാറും ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ചിന്റെ ചേച്ചിയാണ് ലവ് ചെയ്തതെന്ന് പറഞ്ഞ് സാറ് പെട്ടെന്ന് ചാടി ചെയ്തിട്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് പുറത്ത് മഴ പെയ്യുന്നുണ്ട്. ചേച്ചിയും പുറയോട് ചെന്ന് കുട എടുക്കാൻ വേണ്ടി പോകും. അതേസമയം സാറും ഇവിടുന്ന് രക്ഷപ്പെട്ടായെന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട് ഒരു വണ്ടി വരുന്ന കാണത്തില്ല. ഇതോടെ ചേച്ചിയായിരിക്കും സാറിനെ സുരക്ഷിതമാക്കുന്നത്. അതിനുശേഷം ചേച്ചി കുട എടുത്തിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ സാറും ചേച്ചി നനയിരിക്കാൻ വേണ്ടി കൈയെടുത്ത് മുകളിലേക്ക് വയ്ക്കും. ഇത് കണ്ട് ചേച്ചി ഇംപ്രസ് ആയിട്ട് കിസ് വേണ്ടെങ്കിൽ ഇവിടുന്ന് പോയിക്കൊന്ന് സാറിനെ വാൺ ചെയ്യുമ്പോഴാണ് സാറും കണ്ണടച്ചിരിക്കും. അതോടെ ചേച്ചിയും കിസ് ചെയ്തിട്ട് ഷൈ ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് അങ്ങ് പോകും. കാരണം സാർ അവരങ്ങനെ അവോയ്ഡ് ചെയ്ത് നോക്കിയാലും ലിംജിങ്ങിന്റെ ചേച്ചിയോട് സാറിനും ക്രഷ് ഉണ്ട്. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് ഹൻസുജിനും ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിനകത്ത് ലിംജിങ്ങിന്റെ പ്രൊഫൈൽ ഉണ്ട്. അവൻ മനസ്സിലാക്കും ഇന്നലെ അവൻ റിലാക്സ് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് അവളും വന്നെന്ന്. പക്ഷെ എന്നിട്ടും അവളെ കണ്ടില്ലെന്ന് പറഞ്ഞ് അവൻ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ലിംജിങ്ങും വന്ന് അവൻ അന്നിട്ടിരുന്ന അണ്ടർവെയറിനെ കുറിച്ച് അവനെ ഇങ്ങനെ കളിയാക്കിട്ട് പോകും. അങ്ങനെ ഇവള് കളിയാക്കുന്നുണ്ട്. ലിംജിങ്ങിനെ കാണാൻ ക്യൂട്ടാന്ന് പറഞ്ഞ് ഇവന് മൊത്തത്തിൽ വീണു. അതേസമയം ലിംജിങ്ങിന്റെ പഴയ സ്കൂളിൽ പഠിച്ചവന്മാരെല്ലാരും കൂടെ ആ ഹൻസുജിൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തെന്ന് പറഞ്ഞ് അവരെല്ലാം കട്ടക്കരി പിരിക്കും. കാരണം ചുമ്മാതെ അവൻ്റെ കൂടെ പ്രശ്നം ഉണ്ടാക്കാനാണ് ഇവന്മാർക്കൊക്കെ താല്പര്യം. അപ്പോഴാണ് അവരറിയുന്നത് സ്കൂളിൽ വെച്ച് ഹൻസിന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന്. കാരണം അവർ ലിംജിങ്ങിനെ ഫോളോ ചെയ്ത് പോയതൊക്കെ കുറെ പേര് ഫോട്ടോ എടുത്തിട്ടാണ്. അതോടെ ഇവളെ പൊക്കെ ഹൻസുജിൻ വരും പറഞ്ഞ് അവരെല്ലാരും കൂടെ പ്ലാൻ ചെയ്യും. പക്ഷെ ഇപ്പോഴും അവർക്ക് അറിയത്തില്ല അവരുടെ സ്കൂളിൽ പഠിച്ച ലിംജിങ്ങൻ തന്നെ ഏതെന്ന്. എന്നിട്ട് ഇപ്പോൾ ലിംജിങ്ങിനും ക്ലാസ്സിലേക്ക് വരുമ്പോഴാണ് സാറും പെട്ടെന്ന് അറ്റൻഡൻസ് എടുത്തിട്ട് ഇവളെ കണ്ട ഉടനെ ബായ് പറഞ്ഞിട്ട് നൈസൻ അവിടെ നിന്ന് ഓടിപ്പോകും. ഇത് കണ്ട് പിള്ളേർക്കൊന്നും മനസ്സിലാവാതിരിക്കുമ്പോഴാണ് അതേപോലെ ഇന്ന് സൂഹോ ആബ്സെന്റ് ആയതുകൊണ്ട് ഒരേ അവന് പനിയെല്ലാം പിടിച്ചാണോന്ന് ലിംജിങ്ങിനെ ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവള് വിചാരിച്ച പോലെ തന്നെ അവന് പനി പിടിച്ച് വീട്ടിൽ കിടക്കുക. എന്നിട്ട് ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ് ഹൻസുജിനും അവന്റെ അമ്മയായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴാണ് ആ ഡോക്ടറും അവന്റെ അമ്മയുടെ റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് ഇപ്പൊ ഫുൾ ഓക്കെ ആന്ന് പറയും. അതോടെ ഹൻസുജിനും അവന്റെ അമ്മയും കൂടെ ആ ഡോക്ടറിനെ താങ്ക്സ് പറയുമ്പോഴാണ് അദ്ദേഹവും താങ്ക്സ് എനിക്കല്ല വേറൊരു ഡോക്ടറിനെ പറയേണ്ടതെന്ന് പറയും. കാരണം ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഡോക്ടറിനെ അപ്പോയിന്റ് ചെയ്തത് ഇവന്റെ കൂട്ടുകാരൻ സൂഹോയ. അദ്ദേഹം ഇല്ലെങ്കിൽ ഇവന്റെ അമ്മയ്ക്ക് പെട്ടെന്ന് ഗുണമായി കാണത്തില്ല. അങ്ങനെ ആ കാര്യമൊക്കെ ഈ ഡോക്ടറും പറയുമ്പോഴാണ് ഇത് കേട്ടതോടെ ഹൻസുജിന് ചെറിയ ദേഷ്യം വരും. അങ്ങനെ അന്ന് രാത്രി പനിയായിട്ടാണോ ഇന്ന് സ്കൂളിൽ വരാത്തെന്ന് പറഞ്ഞ് സൂഹയ്ക്ക് മെസ്സേജ് അയക്കണം എന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം അവളുടെ അനിയനും വരുന്ന വഴിക്ക് ജ്യൂസൊക്കെ വാങ്ങിച്ചോണ്ടുവരും പറയുമ്പം ഇവൾ ദേഷ്യത്തിൽ സ്റ്റിക്കർ അയച്ചങ്ങിടും. പക്ഷെ ആ സ്റ്റിക്കർ വന്നത് സൂഹയ്ക്കായിരിക്കും. ഇതോടെ അവളും ചമ്മിപ്പോയി തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹൻസുജിനെ പിടിക്കാൻ വേണ്ടി അവന്മാരെല്ലാം കൂടെ ലിംജിങ്ങിനെ കിഡ്നാപ്പ് ചെയ്യും. അതേസമയം ഇവിടെ ഹൻസുജിനും സൂഹ അവനെ സഹായിച്ച കാര്യമൊക്കെ അറിഞ്ഞ് നേരിട്ട് അവനെ കാണാൻ വേണ്ടി വരും. അതോടെ അവനും ദേഷ്യത്തിൽ അവന്റെ അമ്മയെ സഹായിച്ചോണ്ട് കരഞ്ഞോണ്ട് താങ്ക്സ് പറയണമെന്ന് ഇവ സ്വപ്നമൊക്കെ കണ്ടോന്ന് ചോദിക്കും. അതോടെ സൂഹയ്ക്കൊന്നും മനസ്സിലാവാതെ അവന്റെ അമ്മയെ പോലെ കണ്ട് അവർക്ക് ആ സഹായം ചെയ്തു കൊടുത്തതെന്ന് പറയുമ്പോഴാണ് ഹൻസുജിൻ ദേഷ്യത്തിൽ ഇവന്റെ സഹായം ഒന്നും ആവശ്യമില്ലെന്ന് പറയും. അപ്പോഴാണ് ഇതെല്ലാം കേട്ട് സൂഹയും ഒരു അവന്റെ അമ്മ മരിച്ചില്ലായിരുന്നെങ്കിൽ ഇതേപോലെ ഒരു അവസ്ഥ വരുമ്പം ഇവന് സഹായത്തിലേം ചോദിച്ചിട്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പോഴാണ് അതേസമയം അവന്മാരെല്ലാരും കൂടെ ലിംജിങ്ങിനാണ് നേരിട്ട് പാർട്ടിയിലേക്ക് വന്നറിഞ്ഞ് അവന്മാര് പെട്ടെന്ന് ഫോൺ കിട്ടിയും. അതോടെ ഹൻസുജിൻ ദേഷ്യത്തിൽ ലിംജിങ്ങിന് ഇപ്പൊ എവിടാന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഈ കാര്യം അറിഞ്ഞ് സൂഹും ടെൻഷനാകും. അതേസമയം ഇവിടെ ഇവന്മാരെല്ലാരും കൂടെ ലിംജിങ്ങിനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഹൻസുജിൻ വരുന്നവരെ പാർട്ടി ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവള് നൈസിന് അവളുടെ മൊബൈൽ അവിടെ നിന്ന് എടുത്തിട്ട് ഞാനിവിടെ ട്രാപ്പായി കിടക്കുമെന്നറിഞ്ഞ് അവളുടെ ഫ്രണ്ട്സിനെല്ലാം വീഡിയോ കോൾ ചെയ്തും കൊടുക്കും. അതോടെ അവൾമാരെല്ലാരും കൂടെ യുവമാരൊക്കെ ആരാന്നറിഞ്ഞ് ആ സ്ഥലം എവിടാന്ന് കണ്ടുപിടിച്ച് പെട്ടെന്ന് അവിടേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങും. അങ്ങനെ ഹൻസുജിന് സൂഹവും കൂടെ രണ്ടുപേര് വേറെ വഴിക്ക് പോയി ലിംജിങ്ങിന് എവിടാന്ന് പറഞ്ഞ് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് സൂഹോ അവളുള്ള സ്ഥലം കണ്ടുപിടിക്കും. അതോടെ ഇവന്മാരെല്ലാരും കൂടെ ഇവൻ ആരെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അടുത്ത സെക്കൻഡ് തന്നെ സൂഹോ അവന്മാരെല്ലാം അടിച്ച് പൊട്ടിച്ചിടും. അതിനുശേഷം ഈ ശബ്ദം കേട്ട് ഹൻസുജിൻ അവിടേക്ക് വന്ന് ഇവരെല്ലാരും കൂടെ കൂട്ടടിയാകുമ്പോഴാണ് ഇത് കണ്ട് ലിംജിങ് മൊത്തത്തിൽ പേടിച്ചായിരിക്കും. അതോടെ അവളുടെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ അവിടേക്ക് വന്ന് ഇവരെല്ലാം മൊത്തത്തിൽ അടിയാകും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്ന് ഇതിനേശം എന്തൊക്കെ സമയം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയിലേക്ക് ഇട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.